നിങ്ങളെല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇത് ഒരു പള്ളിയിൽ റാത്തീബോ മറ്റൊന്നും നടക്കുന്നതെന്നല്ല. ഇത് എല്ലാ ദിവസവും ഒരു പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് വന്ന ആളുകൾക്ക് 1-ാം നമ്പർ കട്ടൻ ചായയും 1-ാം നമ്പർ മുട്ടയും കൊടുത്തു അവർ സ്വീകരിക്കുന്ന ഒരു പള്ളിയാണ്. ഇതൊരു ഹള്ളി പ്രദേശമാണ്. നമ്മുടെ കർണാടക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുന്നമൂല എന്ന് പറയുന്ന ചെറിയൊരു മഹല്ലാണ്. എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ സുബഹി ജമാഅത്തിന് ആളുകൾ വളരെയധികം കുറവായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നലാണ് എല്ലാ ആളുകളെയും രാവിലെ സമയത്ത് പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്ലാന് അദ്ദേഹം ആവിഷ്കരിക്കുകയും അൽഹംദുലില്ലാ വളരെയധികം 40-45ഓളം വരുന്ന പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളടക്കം സുബഹി നമസ്കാരത്തിന് ആ നാട്ടിൽ പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് ആ നാട്ടിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്, ബറക്കത്താണ്. എല്ലാ ആളുകളും വന്ന് അവിടെ തമ്മിൽ സംസാരിക്കുകയും അവിടെ കഥകൾ, അവിടെ വേജാറുകൾ, അവിടെ സന്തോഷങ്ങൾ നിസ്കരിച്ച് ഖുർആൻ ഓതി പങ്കിടുന്ന ഒരു സമയമാണ് ഈ സമയം. അൽഹംദുലില്ലാ നോക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇതുപോലത്തെ എല്ലാ പദ്ധതികൾക്കും എല്ലാ ജമാഅത്തുകളിൽ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ നമ്മുടെ പള്ളികളിൽ ആളുകൾ കൂടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇന്ന് കോടിക്കണക്കിന് പള്ളികൾ നമ്മുടെ ഓരോ നാടുകളിൽ ഫൈറ്റായി മുന്നിലിറങ്ങിക്കൊണ്ട് കെട്ടാൻ നാം ശ്രമിക്കുന്നു. പക്ഷെ ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആളുകൾ എത്ര വരുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. പള്ളി വലുത് കെട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ചെറുതായതുകൊണ്ടോ ഒരു കാര്യവുമില്ല. പക്ഷെ അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? കോടിക്കണക്കിന് ചെലവാക്കി പള്ളികൾ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അവിടെ നിസ്കരിക്കാൻ ആളുകൾ കൂടുക എന്നതാണ് ആ പള്ളിയുടെ ആ നാട്ടിന്റെ ഏറ്റവും വലിയ ബറക്കത്ത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എത്ര ചെറിയ പള്ളിയാണെങ്കിലും നമ്മുടെ ഈ പള്ളി കാണുമ്പോഴാണ് അതിന്റെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാകുന്നത്. ഒരു സുബഹി ജമാഅത്തിന് ഒരു നാട്ടിന്റെ മൊത്തം ആളുകൾ ആ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുകയും 1-ാം നമ്പർ കട്ടൻ ചായയും മുട്ടയും കഴിച്ചു പോകുന്ന എല്ലാ സന്തോഷങ്ങളും പങ്കിടുന്ന ഒരു ജമാഅത്തായിട്ടാണ് ആ ജമാഅത്ത് മാറുന്നത്. അൽഹംദുലില്ലാ അല്ലാഹു ആ നാട്ടുകാർക്കും ഇതിനു വേണ്ടി അധ്വാനിച്ച ആ ഉസ്താദിക്കും ദുനിയാവിലും ആഖിറത്തിലും ഒട്ടും കുറയാതെ എല്ലാ നിലക്കുള്ള ഖൈർ ബറക്കത്ത് അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതുപോലത്തെ ഒരു ജമാഅത്തായി നമ്മുടെ ജമാഅത്ത് മാറണം. കാരണം എങ്ങനെയാണ് ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുക, എങ്ങനെയാണ് ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു പ്ലാനോട് കൂടിയായിരിക്കണം നമ്മുടെ ഓരോ മഹല്ലുകൾ പോകേണ്ടത്.